ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് ഡ്രൈവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ റിസർവ് ബാങ്കിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിസർവ് ബാങ്കാണ് ഇന്ത്യയുടെ അപ്പെക്സ് ബാങ്ക്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ സാധാരണയുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, പബ്ലിക് ബാങ്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്ക്, HDFC, കോട്ടക് മഹീന്ദ്ര, ICICI അല്ലെങ്കിൽ കനറ ബാങ്ക്, എന്ത് തന്നെ ബാങ്ക് ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ ബാങ്ക്സും ലോൺ എടുക്കുന്നത് അവർക്കിപ്പോൾ പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ അവർ മറ്റ് ബാങ്കുകളെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ RBIയിൽ എന്താ പറയുക, RBIയെ ആശ്രയിച്ചായിരിക്കും അവർ എന്താ പറയുക പൈസയൊക്കെ വാങ്ങിക്കുന്നത്. ഓക്കെ, ഇപ്പം ആ ഒരു ബാങ്കിൻ്റെ അടുക്കുകയും പൈസ ഇല്ല എങ്കിൽ, മറ്റ് ബാങ്കുകൾ ഒരു പക്ഷേ അവർക്ക് ലോൺ കൊടുത്തില്ല എങ്കിൽ, ഇവർ ഈ ബാങ്ക് നേരെ RBIയുടെ അടുക്ക പോയിട്ട് അവർ എന്തെങ്കിലും ഒരു കൊലാട്രലോ അല്ലെങ്കിൽ ഒന്നും വെക്കാതെ ഈടാക്കാതെയും ഈ ബാങ്കുകൾക്ക് RBI ഫണ്ട് കൊടുക്കും. ഓക്കെ, അതിന് ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് RBI ഈ ബാങ്കുകളിൽ നിന്ന് ചാർജ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് റോൾ ഓഫ് ദ RBI ഇൻ ഇന്ത്യാസ് എക്കണോമി, അതായത് നമ്മുടെ അപ്പെക്സ് ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോൾ, അതായത് അതിൻ്റെ ഒരു പ്രാധാന്യം, ആ ബാങ്കിൻ്റെ പ്രാധാന്യം നമ്മുടെ ഇന്ത്യൻ എക്കണോമീനെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കും, ഇന്ത്യൻ എക്കണോമീനെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് ഉയർത്താനും, അതുപോലെ തന്നെ എന്താ പറയുക, RBIയുടെ ഡിസിഷൻ വഴി ഇന്ത്യൻ എക്കണോമീനെ സ്റ്റെബിലൈസ് ചെയ്യാനും, അല്ലെങ്കിൽ എന്താ പറയുക ഗ്രോത്ത് ട്രജക്ടറിയിലേക്ക് കൊണ്ടുപോകാനും RBIയുടെ ഇൻവോൾവ്മെൻറ്റിലൂടെ സാധിക്കും എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മളിവിടെ കാണുന്ന ചിത്രം നമ്മുടെ റിസർവ് ബാങ്ക് ഇന്ത്യയുടെ കറൻറ്റ് ഗവർണറായിട്ടുള്ള ശക്തികാന്ത ദാസ് എന്ന് പറയുന്ന ആളുടെ പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റീസെൻ്റ് ആയിട്ട് ഇദ്ദേഹത്തിന് ബെസ്റ്റ് ബാങ്ക് എന്താ പറയുക റിസർവ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് ഗവർണറുടെ ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് നമ്മുടെ ശക്തികാന്ത ദാസിൻ്റെ പേര് വന്നിരുന്നു. കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് ട്രജക്ടറി അല്ലെങ്കിൽ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, അതൊക്കെ കൃത്യമായ രീതിയിൽ മറ്റ് എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും മറ്റ് പല രാജ്യങ്ങളിലും താഴോട്ടേക്ക് പോകുമ്പോൾ ഈ ഇന്ത്യയുടെ GDP കറക്റ്റായിട്ട് അല്ലെങ്കിൽ 6.5% എന്ന റേറ്റിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാരണത്താലാണ് അദ്ദേഹത്തിന് ബെസ്റ്റ് റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ബെസ്റ്റ് ഗവർണർ എന്ന ഒരു അവാർഡ് ഈ അടുത്ത് കിട്ടിയത്. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. The Reserve Bank of India, RBI, is the central bank of India responsible for regulating the monetary and financial system. This presentation will cover the RBI's functions, its impact on the economy, and its role in maintaining financial stability. Okay, Reserve Bank of India ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക് എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ദ മോണിറ്ററി ആൻഡ് ഫൈനാൻഷ്യൽ സിസ്റ്റം, ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ സിസ്റ്റം കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ മോണിറ്ററി പോളിസി അല്ലെങ്കിൽ മറ്റ് പണവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു എക്കണോമിയിലെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിനുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രാധാന്യങ്ങളുടെ ഓരോ ഡിസിഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്പെക്സ് ബോഡി ആയിട്ടാണ് നമ്മുടെ റിസർവ് ബാങ്ക് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമ്മുടെ അതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം വീഡിയോ ആരംഭിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സീക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കാവുന്നതാണ്. നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഓൾറെഡി പല ഇൻഫർമേറ്റീവ് കണ്ടൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ്, ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് എന്ന പേരിൽ നമ്മളൊരു പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിലും ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് RBI സ്ഥാപിച്ച വർഷമാണ് നമ്മൾ പറയുന്നത് April 1, 1935 സ്ഥാപിതമായത്. ഓക്കെ, അതിനെ നാഷണലൈസേഷൻ, ആദ്യം RBI ഫോം ചെയ്യുന്ന ഒരു സമയത്ത് അതൊരു പ്രൈവറ്റ് ബാങ്ക് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. പിന്നീട് 1949 അതിനെ ദേശസാൽക്കരിച്ചു അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ചെയ്തു. ഓക്കെ, ബിക്കം എ ഫുള്ളി ഗവൺമെൻറ് ഓൺഡ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അത് മാറി. ഓക്കെ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പം കറൻ്റ്ലി ഉള്ളത് മുംബൈ, മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ RBIയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക
അധികാരമാണ് നോട്ട്സ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. അതായത് 1 രൂപയുടെ നോട്ട് ഒഴിച്ച് ബാക്കി എല്ലാ നോട്ട്സും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്, അച്ചടിച്ചിറക്കുന്നത് നമ്മുടെ RBIയുടെ കൺട്രോളിലാണ്. ഓക്കെ, അതിൽ RBI അച്ചടിക്കാൻ വേണ്ടിയിട്ട് നാസിക്കും അതുപോലെ തന്നെ വേറെ ഒരു സ്ഥലം കൂടിയുണ്ട്. പിന്നെ പ്രധാനമായിട്ടും അവിടെയാണ് നമ്മുടെ ഈ RBI അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എന്താ പറയുക നോട്ട്സ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ അവർക്ക് കോയിൻസ് അച്ചടിക്കാനുള്ള റൈറ്റ്സ് ആണുള്ളത്. അതുപോലെ തന്നെ 1 റുപ്പിയുടെ ഇതും അവരുടെ റൈറ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ദ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസും കാര്യങ്ങളാണ് നമ്മളിനി അടുത്ത സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മോണിറ്ററി അതോറിറ്റി ആണ്. മോണിറ്ററി അതോറിറ്റി ഫോർമുലേറ്റ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള RBIയുടെ ഒരു ധർമ്മമാണ്. എല്ലാ മന്തിലും RBI മോണിറ്ററി പോളിസി എന്ന പേരിൽ RBI ഗവർണർ വന്നിട്ട് രാജ്യത്തിനോട് അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു ടൈമിലാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ. ഓക്കെ, റെഗുലേറ്റ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇന്ത്യയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെയിൻലി ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് ബാങ്കിങ് ആയാലും നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് ആയാലും അങ്ങനെ ഒരുപാടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു അപ്പെക്സ് ബോഡി അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഒരു ടോട്ടൽ കൺട്രോളർ എന്ന് വേണമെങ്കിൽ നമുക്ക് RBIനെ പറയാം. ഓക്കെ, ഇത് RBIയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ ഒരു കമ്പനികൾക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി ഇഷ്യൂവർ ഓഫ് കറൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ധർമ്മമാണ്. നമ്മുടെ നോട്ട് അച്ചടിച്ചിറക്കുക അല്ലെങ്കിൽ കറൻസി ഇഷ്യൂ ചെയ്യുന്നതിനുള്ള റൈറ്റ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. ഓക്കെ, അതായത് 1 രൂപയുടെ നോട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കറൻസിയും 1 രൂപയുടെ മുകളിലുള്ള എല്ലാ കറൻസിയും RBIയുടെ നിയന്ത്രണത്തിലാണ് അച്ചടിച്ചിറക്കുന്നത്. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റൽ റോള്. RBI സാധാരണയായിട്ട് ഡെവലപ്മെൻറ്റൽ റോള് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും RBI ചെയ്യുക. കാരണം സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ആ പൈസയും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കും. ആ പൈസ കൊണ്ടായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും എന്താ പറയുക ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ മറ്റ് പല ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു രീതിയിലൂടെയാണ്. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ യാതൊരു കാരണവശാലും ഈ സർക്കാരുകൾക്ക്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായാലും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനായാലും കൊടുക്കുന്ന പ്രധാനപ്പെട്ട സർവീസുകൾക്കൊന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1 രൂപ പോലും ചാർജ് ഈടാക്കുന്നതല്ല. ഓക്കെ, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് അതിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം കണ്ടെത്തുന്നത് ഈ എന്താ പറയുക കൊമേഴ്ഷ്യൽ ബാങ്ക്സിനൊക്കെ ലോണ് കൊടുത്തിട്ട് അവരിൽ നിന്ന് ഇൻട്രസ്റ്റ് ഒക്കെ ഈടാക്കിയിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ പ്രോഫിറ്റ്സ് കൂട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. അതായത് വിദേശ നാണ്യത്തിൻ്റെ ഒരു കരുതൽ രക്ഷകൻ എന്ന് വേണമെങ്കിലും നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മോണിറ്ററി പോളിസി എന്തുകൊണ്ട് നടത്തുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് എൻഷുർ ആഡിക്വേറ്റ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ടു പ്രൊഡക്റ്റീവ് സെക്ടർ. ഓക്കെ, അതായത് പ്രൊഡക്റ്റീവ് സെക്ടേഴ്സിന് മണിയുടെ ഫ്ലോ ഉറപ്പാക്കുക. അതാണ് RBIയുടെ മോണിറ്ററി പോളിസീൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രൈസ് സ്റ്റെബിലിറ്റി, അതായത് എന്താ പറയുക പ്രൈസിന് ഒരു സ്ഥിരത ഉണ്ടാക്കുക. അതുപോലെ തന്നെ ആഡിക്വേറ്റ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ടു പ്രൊഡക്റ്റീവ് സെക്ടേഴ്സ്, പൈസയുടെ ഒഴുക്ക് നിയന്ത്രിക്കുക അല്ലെങ്കിൽ പൈസ എത്തേണ്ടടുത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നയം, അതാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പല ടൂൾസും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ടൂളുകളാണ് റിപ്പോ റേറ്റും അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റും ക്യാഷ് റിസർവ് റേഷ്യോ, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ടൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ നമുക്ക് എന്താ പറയുക
ഒരു ബാങ്കിന് ലോൺ കൊടുക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പം RBI RBI നമ്മുടെ SBIക്കോ അല്ലെങ്കിൽ HDFC ബാങ്കിനോ പൈസ വേണം. ഓക്കെ, അവർക്ക് ജനങ്ങൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ വേണം. അവരൊരു പൈസ ഷോർട്ടേജ് ഉണ്ട് SBIക്കും അതുപോലെ തന്നെ HDFC ബാങ്കിനും. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? ഇവർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഈ റിസർവ് ബാങ്ക് RBI വഴി അവർ ലോണിന് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പം RBI പിന്നെ ഒരു 10,000 കോടി ഈ ബാങ്കിന് കൊടുത്തെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ഈ ഗവർണർ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ബാങ്കിൽ നിന്നും ഈ 10,000 കോടി കൊടുത്തതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഈടാക്കും. അതായത് ഒന്നിക്കലും മന്ത്ലി ബേസിസിൽ അല്ലെങ്കിൽ പൈസ തിരിച്ചു തരുമ്പം ഒരു ഇൻട്രസ്റ്റ് ഈടാക്കും. ഓക്കെ, ഈ ഇൻട്രസ്റ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സപ്പോസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസ് നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ, ഇപ്പം RBIയുടെ കയ്യിൽ എന്താ പറയുക, ഇപ്പോൾ ബാങ്കിന് കൊടുക്കാൻ പൈസ ഇല്ല. അപ്പം എന്താ പറയുക, RBIക്ക് പൈസ വേണം. RBIക്ക് പൈസ വേണം. പലർക്കും പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനും ഒക്കെ പൈസ കൊടുത്തിട്ട് RBIൻ്റെ പൈസ തീർന്നു എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ RBIക്ക് പൈസ വേണം. അപ്പോൾ RBI പൈസക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ഈ ബാങ്കുകളിലോട് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ ഈ ബാങ്കുകളോട് ചോദിക്കും. അതായത് HDFC ബാങ്ക് അല്ലെങ്കിൽ ആക്സിസ് ബാങ്ക് മറ്റ് പല ബാങ്കുകളോടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൈസ ചോദിക്കും. ഓക്കെ, അപ്പം ഈ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ഈടാക്കും. അതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ നിർണ്ണയിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ പറയുക, CRR നോക്കാം. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നതും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെ, നമുക്കിനി എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് നോക്കാം. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡെഫിനിഷൻ പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് എ ബാങ്ക്സ് ടോട്ടൽ ഡെപ്പോസിറ്റ് ദാറ്റ് മസ്റ്റ് ബി ഹെൽഡ് ഇൻ റിസർവ് വിത്ത് ദ RBI. അതായത് ഒരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഓഫ് അതിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് മസ്റ്റ് ബി ഹെൽഡ് ഇൻ റിസർവ് വിത്ത് RBIൻ്റെ കരുതൽ ശേഖരമായിട്ട് അതിനെ ഹെൽഡ് ചെയ്ത് വെക്കണം എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഒരുപാട് പർപ്പസ് ഉണ്ട്. അതിൻ്റെ മെയിൻ പർപ്പസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ലിക്വിഡിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ദ ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് സിസ്റ്റത്തിന് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുക. കാരണം ഒരു ബാങ്കിൽ ഇപ്പം നമ്മളെപ്പോലെയുള്ള നിക്ഷേപകർ ഒരു ടോട്ടൽ സം ഓഫ് മണി നമ്മൾ ബാങ്കിന് കൊടുത്താൽ ആ ബാങ്ക് ചിലപ്പോൾ അതിനെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആ പണം പലർക്കും മറിച്ചിട്ട് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ RBIയുടെ ഈ ഒരു നിയന്ത്രണം കൊണ്ട് ബാങ്ക് കംപ്ലീറ്റ് ആ പണം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ബാങ്കിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ടാകും. അതായത് ഇപ്പോൾ പല ഡെപ്പോസിറ്റേഴ്സ് വന്നിട്ട് ബാങ്കിനോട് പണം ചോദിച്ചാൽ ബാങ്കിന് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാകും. ബാങ്കിൻ്റെ കയ്യിൽ തന്നെ ഒരു ശേഖരം ഉണ്ടാകും. അല്ലെങ്കിൽ ബാങ്കിന് വേണ്ടിയിട്ട് RBI ശേഖരിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക മണി ആണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബൈ റിക്വയറിംഗ് ബാങ്ക് ടു കീപ്പ് എ പോർഷൻ ഓഫ് ദ ഡെപ്പോസിറ്റ് വിത്ത് RBI ഇറ്റ് ഹെൽപ്സ് കൺട്രോൾ ദ മണി സപ്ലൈ ആൻഡ് പ്രിവെൻറ്റ് എക്സസീവ് ലെൻഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആണ് ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ്. ബട്ട് ആ ഡെപ്പോസിറ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദാറ്റ് മസ്റ്റ് ബി ഇൻവെസ്റ്റഡ് ഇൻ സ്പെസിഫിക് സെക്യൂരിറ്റീസ്. അല്ലെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള പല സെക്യൂരിറ്റീസിലും ബാങ്ക് നിർബന്ധമായിട്ടും അതിൻ്റെ കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ഡെപ്പോസിറ്റ് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഈ എന്താ പറയുക ഒരു നിശ്ചിത പരിധി വരെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് അസറ്റ്സിൽ നിർബന്ധമായിട്ടും നിക്ഷേപിക്കണമെന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പറയുന്നത്. ഓക്കെ, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് അസറ്റ്സ് ആണ് എന്ത് ഗവൺമെൻറ് ബോണ്ട്സ് ഉണ്ട്. അത് ലോങ് ടേം ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ് ഉണ്ട്. പിന്നെ ട്രഷറി ബിൽസ് ഉണ്ട് അല്ലെങ്കിൽ T ബിൽസ്. പിന്നെ ഡേറ്റഡ് സെക്യൂരിറ്റീസ്, ലോങ് ടേം സെക്യൂരിറ്റീസ് വിത്ത് ദ ഫിക്സഡ് ഓർ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡും ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള എന്താ പറയുക അതിൻ്റെ ഒരു RBIയുടെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ ഫങ്ഷനിങ് ആണ് അവർ നടത്തുന്നത് എന്നുള്ള രീതി ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഡെപ്പോസിറ്റ് റേറ്റ്സ് എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഡെപ്പോസിറ്റ് റേറ്റ്സ് ഗോസ് ഡൗൺ. അതായത് ആളുകൾ എന്താ പറയുക ഭൂരിഭാഗം തുക കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. കാരണം അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളൂ. പിന്നീട് എന്താ സംഭവിക്കുക, അവരുടെ സേവിങ്സ് ഡിസ്കറേജ് ആകും. അതായത് കൂടുതൽ ഇൻട്രസ്റ്റ് തരാത്തത് കൊണ്ട് തന്നെ അവർ ബാങ്കിൽ FD ആയിട്ടും സേവിങ്സ് ആയിട്ടും ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണമൊക്കെ അവരെ ചിലവഴിക്കാൻ തുടങ്ങും. അതാണ് കൺസംഷൻ ഇൻക്രീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എക്കണോമിക് ആക്ടിവിറ്റി റൈസസ്. പല ബിസിനസ്സിനും ഒരുപാട് പണം കിട്ടും. ആളുകൾക്ക് എന്താ പറയുക ആളുകൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള വേതനം കിട്ടും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ,
ഇനി റെഗുലേറ്ററി റോൾസ്, പല നിയന്ത്രണ റോളുകളും RBI നടത്തുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല റെഗുലേഷൻസ് ആണ് നമ്മളിവിടെ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് റെഗുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് റെഗുലേഷൻ ആണ്. എൻഷുർ ദ സ്റ്റെബിലിറ്റി ആൻഡ് സൗണ്ട്നെസ് ഓഫ് ദ ബാങ്കിങ് സിസ്റ്റം. കമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ടോട്ടൽ സ്റ്റെബിലിറ്റി നോക്കും, അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട്നെസ് നോക്കും. ഇതൊക്കെ പ്രധാനമായിട്ടും RBI നോക്കാറുണ്ട്. ഓക്കെ, ഇപ്പം റീസെൻ്റായിട്ട് യെസ് ബാങ്കിൻ്റെ കേസിലൊക്കെ കാര്യമായ പ്രശ്നം വന്നപ്പോൾ RBIയുടെ ഇടപെടൽ വളരെ ക്രൂഷ്യലായിരുന്നു. SBIനോടും അതുപോലെ തന്നെ പല ബാങ്ക്സിനോടും യെസ് ബാങ്കിൻ്റെ ഷെയർ വാങ്ങിയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ RBI ഇനീഷ്യേറ്റ് എടുത്ത് അതിനെ സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി യെസ് ബാങ്കിൻ്റെ കേസിലൊക്കെ ആ ബാങ്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി നിൽക്കുന്ന ഒരു സമയത്ത് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് RBIയുടെ ഇടപെടൽ വളരെ സ്ട്രോങ് ആയിരുന്നു. അതിനുശേഷം RBI വളരെ ശക്തമായിട്ട് പ്രൈവറ്റ് ബാങ്ക്സിനെ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് ബാങ്ക്സിനെയും നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഇനി ഭാവിയിൽ യാതൊരു കാരണവശാലും നടക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ്, NBFCs. അതായത് നമ്മുടെ ഇപ്പോൾ രാജ്യത്ത് കേവലം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മാത്രമല്ല ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നത്, പല നോൺ ബാങ്കിങ് കൊമേഴ്ഷ്യൽ കമ്പനീസും വർക്ക് ചെയ്യുന്നുണ്ട്. ബാങ്ക് അല്ല, എന്നാൽ ബാങ്കിൻ്റെ തരത്തിലുള്ള പല സേവനങ്ങളും കൊടുക്കുന്ന ഒരു തരത്തിലുള്ള സ്ഥാപനങ്ങൾ. ഇപ്പം ബജാജ് ഫിൻസർവ് ആയാലും അല്ലെങ്കിൽ മറ്റ് പല ഫിൻസേഴ്സ് ആയാലും അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും RBIയുടെ അണ്ടറിൽ വരുന്ന പരിധിയിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസും റൺ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ മീൻസ് എന്താ പറയുക, പ്രൊമോട്ട്സ് ആക്സസ് ടു ബാങ്കിങ് സർവീസസ്. അതായത് എല്ലാവരെയും ഫൈനാൻഷ്യൽ ഉൾപ്പെടുത്തുക. ഇൻക്ലൂഷൻ മീൻസ് ഉൾപ്പെടുത്തുക, എല്ലാവരെയും എന്താ പറയുക, ഈ ഒരു സേവിങ്സ് ഹാബിറ്റിലേക്ക് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഓവറോൾ എക്കോണമിയിലെ കോമൺ പീപ്പിൾ ടു റിച്ച് മെൻ, ഇവരെയൊക്കെ ഇൻക്ലൂസീവായിട്ട് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് എന്താ പറയുക ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വർക്ക് ചെയ്യേണ്ടത് എന്ന് RBI ശക്തമായിട്ടും നിരീക്ഷിക്കുന്നുമുണ്ട്. ഓക്കെ, ഇനി കൺസ്യൂമർ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അതായത് പൈസ നിക്ഷേപിക്കുന്ന ഡെപ്പോസിറ്റേഴ്സിനെയും അതുപോലെ തന്നെ ബാങ്കിൻ്റെ പല കൺസ്യൂമേഴ്സിനെയൊക്കെ ഇൻട്രസ്റ്റ് എന്താ പറയുക ഉറപ്പ് വരുത്തുന്നുണ്ടോ എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കീൻ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കറൻസീനെ മാനേജ്മെൻറ്റ് ചെയ്യുന്ന RBIയുടെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഇഷ്യൂവൻസ് മീൻസ് കറൻസി അച്ചടിച്ചിറക്കുന്നതിൻ്റെ സോൾ അതോറിറ്റി, അതായത് പരമമായിട്ടുള്ള അധികാരം RBIയുടെ അണ്ടറിൽ നിക്ഷിപ്തമാണ്. ഓക്കെ, എന്താ പറയുക, ഇപ്പം RBIയുടെ 1 റുപ്പി അല്ലെങ്കിൽ 1 റുപ്പി കോയിൻ ഒഴിച്ച് ബാക്കി എല്ലാ പൈസയും, ചില്ലറ പൈസ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ പൈസയും ഇഷ്യൂ ചെയ്യാനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസൈൻ ആൻഡ് സെക്യൂരിറ്റി. അതായത് ഒരു പൈസ എങ്ങനെയൊക്കെ വേണം, അതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഏതൊക്കെ തരത്തിലുള്ള സെക്യൂരിറ്റി ആ നോട്ട്സിന് കൊടുക്കണം എന്നൊക്കെ നിർണ്ണയിക്കുന്നത് നമ്മുടെ RBIയുടെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. മാനേജസ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വിത്ഡ്രോവൽ ഓഫ് കറൻസി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ കറൻസി എങ്ങനെ ഇങ്ങോട്ടേക്ക് പിൻവലിക്കണം എന്നുള്ള കാര്യവുമൊക്കെ RBIയുടെ അണ്ടറിൽ വരുന്ന കാര്യമാണ് കറൻസി മാനേജ്മെൻറ്റ് രീതിയിൽ. ഓക്കെ, പിന്നെ കൗണ്ടർ ഫീറ്റ് പ്രിവെൻഷൻ, ടേക്ക് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് കൗണ്ടർ ഫീറ്റിംഗ്. ഓക്കെ, അതും RBI കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇനി കുറച്ച് ഡെവലപ്മെൻറ്റൽ റോൾ ഉണ്ട് RBI നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രെഡിറ്റ് അവൈലബിലിറ്റി ആൻഡ് ഷോസ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ടു വേരിയസ് സെക്ടേഴ്സ്. ഇന്ത്യയിൽ ഒരുപാട് ബിസിനസ് സെക്ടേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ കൃത്യമായ രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ കാര്യമായ രീതിയിൽ അവർക്ക് പൈസ ലഭിക്കണം. ഓക്കെ, ഇപ്പോൾ എനർജി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇപ്പം സുസ്ലോൺ എനർജി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് എനർജി സെക്ടറിനെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റിൽ ഒരു കാര്യമായ തുക നീക്കി വെക്കുമ്പോൾ RBI അവർക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള രീതിയിൽ ഇതിൽ ഇടപെടുകയും ഈ ഒരു സെക്ടറിന് കൂടുതലായിട്ട് പൈസ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതിന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന രീതിയിൽ RBI ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കും. ഓക്കെ, അതിനുശേഷമായിരിക്കും ഇവർക്ക് ഈ ഒരു രീതിയിലൊക്കെ പൈസ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കാൻ തുടങ്ങുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. പ്രൊമോട്ട്സ് ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പം കാര്യമായ രീതിയിൽ ഇപ്പം മാർക്കറ്റിൽ ഒരു
ഒരുപാട് ഡിജിറ്റൽ ആപ്സും അതുപോലെ തന്നെ UPI പണമിടപാടൊക്കെ തന്നെ മൊബൈലിലും മറ്റ് പല ഇൻ്റർനെറ്റ് ബാങ്കിലും ഒക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഡിജിറ്റൽ ഫ്രോഡ്സ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള അവലോകനം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അറിവ് യൂസേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ കോമൺ പീപ്പിൾസിന് കാര്യമായി അല്ലെങ്കിൽ കൃത്യമായിട്ട് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് RBI ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാംസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള നടനായ നമ്മുടെ അമിതാഭ് ബച്ചനെയാണ് ബ്രാൻഡ് അംബാസിഡറായിട്ട് RBI വച്ചിരിക്കുന്നത്. ഓക്കെ, അവർ കൃത്യമായിട്ടുള്ള അറിവ് പരസ്യത്തിലൂടെയും മറ്റ് പല കാര്യങ്ങളിലൂടെയും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ നല്ല കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് RBI ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. പിന്നെ ഗ്രീൻ ഇനീഷ്യേറ്റീവ്സ് എൻകറേജസ് എൻവിറോൺമെൻ്റലി സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. ഇപ്പം കൽക്കരി അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ ഉപയോഗമൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റ്സ് ഗ്രീൻ ഇനീഷ്യേറ്റീവ്സ്, അതായത് സോളാർ എനർജി, വിൻഡ് എനർജി പോലെയുള്ള സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ ഭൂമിക്ക് തന്നെ യാതൊരുവിധ മലിനീകരണവും സൃഷ്ടിക്കാത്ത രീതിയിലുള്ള ഇനീഷ്യേറ്റീവ്സിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ്. വിദേശ നാണ്യ കറൻസിയുടെ മാനേജ്മെൻറ്റും RBIയുടെ അണ്ടറിൽ വരുന്ന സുപ്രധാനമായിട്ടുള്ള പവറാണ്. ഓക്കെ, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് എന്ന് പറയുന്നത്. മാനേജസ് ആൻഡ് കൺട്രോൾസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, അതായത് ഇന്ത്യയിലെ വിദേശ നാണ്യ കരുതൽ രക്ഷകൻ എന്നൊക്കെ നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ പറയാൻ പറ്റും. ഓക്കെ, പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, മെയിൻറ്റെയിൻസ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. പിന്നെ വരുന്നതാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫെസിലിറ്റേറ്റ്സ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഫോറിൻ ട്രേഡ് ഇപ്പം പല രാജ്യങ്ങൾക്കും പുറമേ നിന്ന് ഇപ്പം ഡോളറിലാണ് പല ലോകത്തിൽ പല സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ് പോകുന്നത്. ഓക്കെ, അപ്പം ഗ്ലോബൽ കറൻസി എന്നുള്ള ഒരു പേര് ഇപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ് ഡോളറിന് തന്നെയാണുള്ളത്. ഓക്കെ, അപ്പം നമ്മളുടെ രാജ്യം മറ്റു രാജ്യവുമായിട്ട് ഇടപാട് നടത്തുന്ന സമയത്ത് നമുക്ക് ഡോളറിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം മറ്റ് രാജ്യങ്ങൾ പല രീതിക്കും അവരിപ്പം ഒരു വലിയ തുക ഇന്ത്യൻ കറൻസിയിൽ അല്ലെങ്കിൽ ഡോളറിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഡോളർ RBIയുടെ കയ്യിൽ വെച്ചിട്ട് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിന് അനുപാതമായിട്ടുള്ള ഇന്ത്യൻ റുപ്പി അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എക്സ്റ്റേണൽ ഡെപ്റ്റ് മാനേജ്മെൻറ്റ്, മാനേജസ് എക്സ്റ്റേണൽ ഡെപ്റ്റ് ആൻഡ് ഒബ്ലിഗേഷൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൻ്റെ 2001 മുതൽ 2016 വരെയുള്ള ഒരു കരുതൽ ശേഖര ഗ്രാഫാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 2001 വളരെ താഴെ തട്ടിലും 2007 ആകുമ്പോഴേക്കും അത് ഉയർന്ന് ഏകദേശം ഒരു പീക്ക് ലെവലിലേക്ക് വരുന്നതും പിന്നീട് 2010 അതിനെവിടെ ഒന്ന് സ്റ്റെബിലൈസ് ആകുന്നതും 2016 ജസ്റ്റ് അതിങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അതായത് ഇന്ത്യയിൽ വിദേശ നാണ്യ കരുതൽ ശേഖരം ശക്തമായിട്ട് ഉയരുന്നുണ്ട് എന്നുള്ള സൂചനയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇമ്പാക്റ്റ് ഓഫ് RBI പോളിസീസ് ഓൺ ദ എക്കോണമി. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റ്, ഒരു ആഘാതം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യുക, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക എന്ന് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മെയിൻറ്റെയിൻസ് പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾസ് ഇൻഫ്ലേഷൻ. ഓക്കെ, ഈ പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിപ്പോ റേറ്റും അതുപോലെ തന്നെ റിസർവ് റിപ്പോ റേറ്റും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പം RBI റിപ്പോ റേറ്റ്, അതായത് RBI ഒരു ബാങ്കിന് ലോൺ കൊടുക്കുന്നതാണ്. ലോൺ കൊടുക്കുമ്പോൾ ആ ബാങ്ക് RBIക്ക് നൽകുന്ന ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ RBI റിപ്പോ റേറ്റ് കുറയ്ക്കുകയാണ് എങ്കിൽ കൂടുതൽ ബാങ്കുകൾക്ക് RBIയിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇന്ത്യയിൽ പണത്തിൻ്റെ ഒഴുക്ക് കൂടും. ഓക്കെ, അങ്ങനെ പണച്ചുരുക്കം എന്നുള്ള പ്രശ്നം RBI ഒഴിവാക്കും. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ പണപ്പെരുപ്പം കൂടുതലാണ് എന്ന് കരുതുക. അപ്പോൾ RBI എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ RBI എങ്ങനെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നു, അതായത് റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പം റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് എങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ബാങ്ക് ബോറോ ലെസ് ഫ്രം RBI. RBIയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ബാങ്ക്
കുറച്ച് പണമേ വാങ്ങിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിക്കും? ലെസ് മണി ഇൻ സർക്കുലേഷൻസ്. മണി സർക്കുലേറ്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൃത്യമായിട്ടുള്ള പണം എത്താത്തത് കൊണ്ട് തന്നെ മണി നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യുന്നത് കുറയും. പിന്നെ വരുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ പണച്ചുരുക്കം സംഭവിക്കും. ഓക്കെ, ഇനി റിപ്പോ റേറ്റ് ഡിക്രീസ് ചെയ്യുന്ന ഒരു സമയത്ത് എന്ത് സംഭവിക്കുന്നു? ബാങ്ക്സ് ബോറോ മോർ മണി ഫ്രം RBI. RBIയിൽ നിന്ന് ബാങ്കുകൾ, കമേഴ്ഷ്യൽ ബാങ്ക്സ് കൂടുതൽ പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കും. ഓക്കെ, മോർ മണി ഇൻ സർക്കുലേഷൻ. ഒരുപാട് മണി ഇന്ത്യൻ എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. എക്കണോമിക് ആക്ടിവിറ്റി പിന്നെ ബൂസ്റ്റ് ആകും അല്ലെങ്കിൽ ഇൻക്രീസ് ആകാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, പിന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം RBIക്ക് പണം വേണ്ടുന്ന സമയത്ത് RBI മറ്റ് കമേഴ്ഷ്യൽ ബാങ്കിനോട് പണം ചോദിക്കും. ഓക്കെ, അപ്പോൾ മറ്റ് കമേഴ്ഷ്യൽ ബാങ്ക്സ് RBIയിൽ നിന്ന് ഈടാക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് ഇൻക്രീസ് ആകുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അത് ഇൻക്രീസ് ആക്കുമ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ്സ് മോർ മണി വിത്ത് RBI. ഓക്കെ, ബാങ്കുകൾ കൂടുതൽ പണം RBIയിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ലെസ് മണി ഇൻ സർക്കുലേഷൻസ്. അപ്പം എന്ത് സംഭവിക്കും? കമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെ തന്നെ RBIയിലേക്ക് വീണ്ടും പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പം മണി സർക്കുലേറ്റ് ചെയ്യുന്നത് കുറയും. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ ഡിക്രീസ് ആകും. പണപ്പെരുപ്പം അവിടെ കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ ബാങ്ക്സ് ഡെപ്പോസിറ്റ് ലെസ് മണി വിത്ത് RBI. കമേഴ്ഷ്യൽ ബാങ്ക്സിന് കൂടുതൽ പൈസ RBI ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കുറച്ച് പണം മാത്രം RBIയിൽ നിക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? മോർ മണി ഇൻ ദ സർക്കുലേഷൻ. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്ന പണം കൂടുതലായിരിക്കും. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റി ഇൻക്രീസ് ആകും. ഇനി ക്യാഷ് റിസർവ് റേഷ്യോ എങ്ങനെയൊക്കെ നമ്മുടെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂളായിട്ട് RBI ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, ബാങ്ക് ഹോൾഡ് മോർ മണി വിത്ത് RBI. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടുകയാണെങ്കിൽ ബാങ്ക് ഹോൾഡ് ചെയ്യും മോർ മണി വിത്ത് RBI. അപ്പം കൂടുതൽ പണം കൊടുക്കാൻ വേണ്ടിയിട്ട്, ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടാവില്ല. ഇൻഫ്ലേഷൻ കുറയും. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുകയാണെങ്കിൽ ബാങ്ക് ഹോൾഡ് ലെസ് മണി വിത്ത് RBI. അതുപോലെ തന്നെ മോർ മണി, ഒരുപാട് പൈസ ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും. നമ്മുടെ രാജ്യം ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. RBIയുടെ ഇമ്പാക്റ്റിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്. സപ്പോർട്ട് എക്കണോമിക് ഗ്രോത്ത് ത്രൂ മോണിറ്ററി മെഷേഴ്സ്. പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, എൻഷുവർ സ്റ്റെബിലിറ്റി ആൻഡ് സൗണ്ട്നെസ് ഓഫ് ദ ഫൈനാൻഷ്യൽ സിസ്റ്റം. അതായത് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ സ്റ്റെബിലിറ്റി RBI കൃത്യമായിട്ട് വീക്ഷിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസസ് ജോബ് ക്രിയേഷൻ. RBI ഒരുപാട് ബിസിനസ്സിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ലോൺസും മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് RBI ഒരുപാട് ജോബ് നമ്മുടെ രാജ്യത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് കോൺഫിഡൻസ് ആണ്. ബിൽഡ് കോൺഫിഡൻസ് ഇൻ ദ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പണപ്പെരുപ്പ സമയത്തൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് RBI നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനൊക്കെ നിയന്ത്രിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. ഇനി കുറച്ച് റീസെൻ്റ് ആയിട്ട് നടത്തിയ കുറച്ച് ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഡിജിറ്റൽ പേയ്മെൻറ്റ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വളരെ ശക്തമായിട്ട് കൂട്ടിയിട്ടുണ്ട്. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്ന സംവിധാനമൊക്കെ കൊണ്ടുവരുന്നത് വഴി അത് ഗ്ലോബലായിട്ടുള്ള പല എക്കണോമീസും ശക്തമായിട്ട് വീക്ഷിക്കുന്ന ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റമാണ് UPI എന്ന് പറയുന്നത്. അത്രത്തോളം ട്രാൻസാക്ഷൻസ് ആണ് മന്ത്ലി ബേസിസിൽ UPIയിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷനാണ്. ഇനീഷ്യേറ്റീവ്സ് ടു ഇൻക്രീസ് ബാങ്കിങ് ആക്സസ് ഇൻ റൂറൽ ഏരിയാസ്. ബാങ്കിങ് ആക്സസ് റൂറൽ ഏരിയയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് RBI പല ഇനീഷ്യേറ്റീവ്സും നടത്തുന്നുണ്ട്. പിന്നെ COVID-19 റെസ്പോൺസ് മെഷേഴ്സ് ടു മിറ്റിഗേറ്റ് എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ദ പാൻഡമിക്. അതായത് 2019 ഈ ഒരു സമയങ്ങളിൽ ഉണ്ടായ കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ RBIയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോവിഡിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട്സും കാര്യങ്ങളൊക്കെ RBI ശക്തമായിട്ട്
പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഗ്രീൻ ഫിനാൻസ് എൻകറേജസ് ഫൈനാൻസിങ് ഫോർ സസ്റ്റൈനബിൾ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഗ്രീൻ ഫിനാൻസ് എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ്സ് കൂടി നമ്മുടെ RBI ഇപ്പം നടപ്പിലാക്കി വരുന്നുണ്ട്. ഇനി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, അതായത് ന്യൂ ടെക്നോളജി അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് RBI ശക്തമായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫൈനലി ഒരു കൺക്ലൂഷൻ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പറ്റിയിട്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ശക്തമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. RBIയുടെ പല റോൾസും കാര്യങ്ങളും നിങ്ങൾക്ക് RBI ചെയ്യുന്നത്, RBIയുടെ പല ധർമ്മങ്ങൾ, അതുപോലെ തന്നെ RBIയുടെ പണം ഇഷ്യൂ ചെയ്യുന്ന രീതികൾ, മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അതുപോലെ തന്നെ CRR, SLR എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും കവർ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി RBI നമ്മൾ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. RBI plays a crucial role in India's economy by regulating the monetary system, ensuring financial stability and promoting economic development. Its policies and initiatives significantly impact the economic health of the country. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പറയാനുള്ളൂ. അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.